Assalamu alaikum and welcome back to yet another brand new episode of Being You. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് the most requested and my most favorite jewelry haul ആണ്. അപ്പോൾ jewelry haul എന്ന് പറയുമ്പം it's Meesho guys. മീഷോയിൽ നിന്ന് വാങ്ങിച്ച affordable jewelry haul ആണ് കേട്ടോ. കുറേ കമൻസ് ഒക്കെ ഞാൻ അങ്ങനെ കണ്ടിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. സോ ഞാനൊരു 11 to 12 പീസസ് ഒക്കെ അങ്ങനെ മൊത്തത്തിലെടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചത് എല്ലാതും ഒരു 350 റേഞ്ചിന്റെ അകത്തുള്ളതായിരിക്കും. കാരണം അത്രയെങ്കിലും നമ്മളൊരു എക്സ്പെൻസ് ഇട്ടില്ലെങ്കിൽ മീഷോ അല്ലേ, നമുക്ക് ക്വാളിറ്റി അത്ര തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ആ ഒരു റേഞ്ചിലുള്ളതാണ് കേട്ടോ എല്ലാം വാങ്ങിച്ചത്. ഞാൻ ആദ്യമേ പറയാം. പിന്നെ ഓൾമോസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പീസസ് ഒക്കെയാണ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി വാങ്ങിച്ചത്. ഇനി പിക്ചറിൽ കണ്ടതും ഇനി വന്നതും എന്താണ് എന്നുള്ളതും ഒരു ഐഡിയ ഇല്ല. സോ എന്തായാലും നമുക്ക് ഓരോന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, ഞാൻ ഒന്നും പൊട്ടിക്കാതെ നിങ്ങൾ കണ്ടല്ലോ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഞാൻ കത്രിക എടുക്കാൻ മറന്നു, ഞാൻ അത് എടുത്തിട്ട് വരാം. ഐ തിങ്ക് അൺബോക്സിങ് വീഡിയോസ് ആർ റിയലി എക്സൈറ്റിംഗ് അല്ലേ, എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ബാക്കിയുള്ളവരത് കാണുന്ന സമയത്ത്. നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റത്തെ പാക്കറ്റ് ഇസ് ദിസ്. ഓക്കെ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് തിങ്. അപ്പം ദിസ് വൺ ഇസ് സോ പ്രിറ്റി. ഒരു എത്നിക് വെയറിന്റെ കൂടെ പോകുന്ന കൈൻഡ് ഓഫ് ജ്വല്ലറി ആണ് ഇത്. സോ ദിസ് ഇസ് ഇറ്റ്. നല്ല ഭംഗിയില്ലേ? ഐ മീൻ ഐ റിയലി ലൈക്ക് ഇറ്റ്. ഞാൻ വിചാരിച്ച ആ ഒരു ഫിനിഷിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ വരുന്ന സമയത്ത് എക്സാക്ട്ലി ഏതാവുമ്പം ഉണ്ടാവുന്നൊരു ഒരു കുളിർമയുണ്ട് ഗൈസ്. അതാണ് ഇപ്പം എനിക്ക് വന്നത്. എനിവേസ്, ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കൂടെ പോകുന്നില്ലെങ്കിലും ദിസ് ലുക്സ് സോ പ്രിറ്റി. ഐ ബി സ്റ്റൈലിങ് ഇറ്റ് സൂൺ വിത്ത് മൈ ഔട്ട്ഫിറ്റ്. ഞാൻ പണ്ടേ കമ്മൽ വാങ്ങിച്ചിട്ടാണ് ഡ്രസ്സ് വാങ്ങിക്കാറ്. എൻ്റെ ഒരു സ്വഭാവം അതാണ് എപ്പോഴും. അപ്പൊ ഇതിനിപ്പം അതിനെ മാച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഞാൻ നോക്കേണ്ടി വരും. ഇനി നെക്സ്റ്റ് ബോക്സിൽ എന്താന്ന് നോക്കാം, വിച്ച് ഇസ് എ Q2 സ്മോൾ ബോക്സ്. കത്രിക എടുക്കേണ്ടി വരും. എല്ലാം ഭയങ്കര സേഫ് ആയിട്ടാണ് അവര് പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത് കേട്ടോ. This is the dangles. Like cute ഒരു ബോക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. See, look at that. Golden statement earrings are my thing. So ഇത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. Anyways, we're gonna try. So guys, look at that. ഇങ്ങനത്തെ കുറെ ടൈപ്പ് എൻ്റെ അടുത്തുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പറയും. പക്ഷെ ഇത് ഓരോ ടൈപ്പാണ്. ശരിക്കും കാണുന്നവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ലൈക്ക് ദിസ് ഇസ് സോ പ്രിറ്റി. സോ ആൻറ്റി ടാർണിഷ് ആയിരിക്കും, അതായത് കളർ പോവാൻ ചാൻസ് ഇല്ല. സോ ദിസ് ഇസ് ദ കമ്മൽ. നമുക്ക് വെസ്റ്റേൺ വെയർസിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. ആൻഡ് ദിസ് ഗോസ് വെൽ വിത്ത് മൈ ടുഡേസ് ഔട്ട്ഫിറ്റ് ടു. What do you think? So we can try next box. Pink. ഇയറിങ്സ് മാത്രമല്ല കേട്ടോ, ഞാൻ നെക്ക് പീസസും അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ ഐ ഗോട്ട് എ ഫ്രീ ബി. ഒരു കുഞ്ഞി പേൾ സ്റ്റഡ് എനിക്ക് ഫ്രീ ബി ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഈ ഒരു കമ്മൽ ഞാൻ ഭയങ്കര പ്രതീക്ഷിച്ച് വാങ്ങിച്ചതാണ്. ഇനി കൊളാവോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഐ സോ ദിസ് വിത്ത് ഗ്ലാമി ഗംഗ. അവരുടെയൊക്കെ ചാനലിൽ ഞാൻ അവരിട്ട് കണ്ടിട്ടുണ്ട്. സോ അത്ര ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ. സോ ദിസ് ഈസ് ദ കമ്മൽ ഗൈസ്. അപ്പോൾ ഒരു പ്രിറ്റി നൈറ്റ് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ സൂപ്പറായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പീസാണ്. ഐ റിയലി ലൈക്ക് ദ ഹാങ്ങിങ്സ് ഓവർ ഹിയർ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ കം ഓൺ. ഇറ്റ് കംസ് അറ്റാച്ച്ഡ്. ലൈക്ക് നമ്മളെ ബാക്കിലിടുന്ന ചങ്കിരിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. സോ നമുക്ക് അങ്ങനെ ഇടാൻ വലിയ റിസ്ക് ഒന്നുമില്ല. നൈസ്. ഐ ലൈക്ക് ഇറ്റ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഞാൻ വിചാരിച്ചു കാണുമ്പോഴുള്ള ലുക്കൊന്നും ഉണ്ടാവില്ല വരുമ്പോൾ, കാരണം മീഷോ ആണല്ലോ, നമ്മൾ എന്തും എക്സ്പെക്ട് ചെയ്യണം. ബട്ട് ദിസ് ഇസ് സോ ഗുഡ്. ഓക്കെ, പിന്നെ ഇനി അടുത്ത ബോക്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഈ ഒരു സംഗതി എന്താണെന്നറിയോ, ഓണാണല്ലോ വരുന്നത്. സോ ഐ വാണ്ടഡ് ടു
ഡു ആ സ്റ്റൈലിംഗ് വീഡിയോ. അപ്പം അതിലേക്ക് പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഓർണമെന്റ് വേണമായിരുന്നു. ഞാൻ വിചാരിച്ചു ടു ബി ലൈക്ക് റിയലി ഗോൾഡൻ കളറിലായിരിക്കും വരിക. ആൻഡ് ഐ ഷുഡ് എന്തായാലും റിട്ടേൺ ചെയ്യേണ്ടി വരും എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ട് മേടിച്ചൊരു സാധനമാണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അത്രയ്ക്ക് ബോറുണ്ട് എന്നുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. ഈ ഒരു ചോക്ക്, isn't it so pretty? I mean, look at that. നല്ല ഭംഗിയില്ലേ? I'm like awestruck. മീഷോന്റെ ക്വാളിറ്റീനെ പറ്റി ലൈക്ക് ജസ്റ്റ് I don't have any words. Like so pretty. നമുക്ക് ഇതിന്റെ ഫുൾ സെറ്റ് ഒന്ന് ഇട്ടിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് മാല. ഐ ലവ്ഡ് ഇറ്റ്. ഇതുവരെ ഓപ്പൺ ചെയ്തതിൽ എനിക്ക് തീരെ ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചൊരു സാധനമാണിത്. പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് എ ക്യൂട്ട് കമ്മൽ. തന്നെ ഹാഫ് മലയാളി മങ്കനെ പോലെ ഉണ്ട്. നമ്മൾ സാരീൻ്റെ ഒക്കെ കൂടെ ഇത് സ്റ്റൈൽ ചെയ്യുമ്പോൾ I have no words. Like it looks so pretty. I don't know. എന്തായാലും എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായത്. ഇതുവരെ അൺബോക്സ് ചെയ്തില്ല കേട്ടോ. സോ ഗൈസ്, ഇനി നമുക്ക് അടുത്ത ബോക്സിലേക്ക് പോവാം. വിച്ച് ഇസ് ദിസ് ബോക്സ്. ഇത് വന്നപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിച്ചിട്ടായിരുന്നു ഉണ്ടായത് കേട്ടോ. ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതിലെന്താണ്? ഇതിലെന്തോ ഉണ്ടോ? ആ ഉണ്ട്. ഓക്കെ, വെരി ബാഡ് ബോക്സിങ്. ഇതും ഗൈസ്, ദിസ് ഇസ് ഓൾസോ സോ ഗുഡ്. കാരണം ഞാനിത് വലിയ സാധനം എന്തോ വരുന്ന വിചാരിച്ചേ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത സൈസിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഐ ഷോ യു. ഇറ്റ്സ് സോ പ്രിറ്റി. ഇതുവരെ ഉള്ളതൊന്നും എന്നെ തളർത്തിയിട്ടില്ല. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് സ്ലിംഗ് ബാഗ് പോലെ ഉള്ളൊരു കമ്മലാണ്. വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് കമ്മൽ. So this is the next one we're gonna try. If someone have to gift me anything, you can gift me earrings, okay? Because I love earrings. നിങ്ങൾ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ആയിട്ട് കണ്ടിട്ടുള്ളതും ഇയറിങ്സ് ആയിരിക്കും. സക്കർ ഓഫ് ഇയറിങ്സ്. ഈ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്ത് പോകേണ്ടി വരില്ല. ബട്ട് ഷീ ടു ലവ്സ്. ഓക്കെ, ഞാനിങ്ങനെ ഓരോന്നും കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര അതിർപ്പത്തിലാണ് എല്ലാം നോക്കുക. സോ ഐ നോ ഷീ ലവ്സ് ഇറ്റ്. പിന്നെ ഞാൻ അധികം വാങ്ങിക്കുന്നതിനെ കൊണ്ട് എന്നെ ഇടയ്ക്കൊന്ന് ചീത്ത പറയുന്നല്ലാണ്ട് ഷീ ലവ് സീയിങ് മീ വെയറിങ് തിങ്സ് ലൈക്ക് ദിസ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കമ്മൽ. ഐ ലവ് ഇറ്റ്. എനിക്ക് എന്താ ഇഷ്ടാവാത്ത എല്ലാം ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ആദ്യം ഇട്ടിനേക്കാളും നല്ലത് ഇതാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ? ഡു ലെറ്റ് മീ നോ. സോ ഗൈസ്, ഇനി അടുത്ത പാക്കേജ് ഇസ് ദിസ് വൺ. ദിസ് ഇസ് എ ബിറ്റ് ഹെവി. ഈ പാക്കിങ്ങിന്റെ ഹെവി ആണോ എന്താണെന്നറിയില്ല. പൊട്ടിച്ചു നോക്കാം. ഇങ്ങനത്തെ പാക്കേജിങ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു ഗൈസ്. ഓ, ദിസ് ഇസ് എ ബാംഗിൾ. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബാംഗിളാണ് ഗൈസ്. അപ്പൊ ഞാൻ മീഷോയിൽ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചു. കാരണം അതിന്റെ പ്രൈസ് ഞാൻ വേറെ സ്ഥലത്തൊക്കെ ചോദിച്ച സമയത്ത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സോ ഇഫ് യു വാണ്ട് ദിസ്, ഡു പർച്ചേസ് ഫ്രം മീഷോ ഗൈസ്. ഓക്കെ, ഇതിന് നമ്മൾ ഹിന്ദിയിൽ കാട അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ദിസ് ഈസ് ദ ഐറ്റം. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ യൂസ് ചെയ്തിരുന്ന കൈൻഡ് ഓഫ് വള. എനിക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ ഇതൊക്കെ ഇപ്പൊ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഒരു ത്വര വരുന്നു ഗൈസ്. ബട്ട് ദിസ് ഇസ് റിയലി ഗുഡ്. ഇതിന്റെ ഗോൾഡൻ, റോസ് ഗോൾഡ് ഒക്കെ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഐ തിങ്ക് ഗോൾഡ് വിൽ ഓൾസോ ലുക്ക് പ്രിറ്റി. പക്ഷെ ഞാൻ കൂടുതലും സിൽവർ ജ്വല്ലറി ഫോക്കസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് വെൻ ഇറ്റ് കംസ് ടു എത്നിക്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐ ലൈക്ക് ഇറ്റ് ഇൻ സിൽവർ. ഇനിയിപ്പം വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ ഐ ലവ് ഇറ്റ് ഇൻ ഗോൾഡൻ സ്റ്റേറ്റ്മെന്റ് പീസസ്. സോ ദിസ് ഇസ് ദ കാട. ഇനി നെക്സ്റ്റ് ബോക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്യൂ മോർ ബോക്സസ് ഓൺലി. ഇനി ഇതെന്താന്ന് നോക്കാം ഗൈസ്. ദിസ് ഇസ് ഓൾസോ എ കുട്ടി ബോക്സ്. Okay, this is again a earring. I'll show you, okay? ഈ കമ്മൽ ആക്ച്വലി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി മനസ്സിലാവില്ല. You'll have to see me wearing it. അപ്പോഴേ ഇതിന്റെ ഒരു ടെക്നിക്കാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പിയേഴ്സിങ് ഇല്ലാത്തവർക്കൊക്കെ പിയേഴ്സിങ് ഉള്ള മാതിരിത്തെ കമ്മൽ ഇടണമെങ്കിൽ ഒരു അടിപൊളി ഓപ്ഷനാണ്. I'll show you how I wear it, okay?
So guys, this is the kamal which looks very stylish. Like നമുക്ക് പിയേഴ്സിംഗ് ഉണ്ടെന്ന് തോന്നും ഇങ്ങനെ ഇടുന്ന സമയത്ത്. സോ അങ്ങനെ ഒരു കമ്മലാണ്. സംഭവം ഒറ്റ ഹോള് മതി. ഓക്കെ, സോ ദാറ്റ്സ് മാജിക്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് കമ്മലിലോട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എല്ലാം കൂടെ പെറുക്കിക്കുട്ടി താഴെ പോയി മമ്മിക്ക് കാണിച്ചു കൊടുക്കാൻ. സോ ആളൊരു സർട്ടിഫിക്കറ്റ് തന്നാലേ എനിക്ക് രസമുണ്ട് എന്ന് എനിക്ക് തോന്നുള്ളൂ. അങ്ങനത്തെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. ഇനി അടുത്തത് ഈ ഒരു ബോക്സ് ആണ്. ഐ റിയലി ലൈക്ക് മൈ കാർഡ സോ മച്ച്. ദിസ് ഇസ് സോ പ്രിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഗെസ് വാട്ട്? ദിസ് ഇസ് സംതിങ് മൈ ഫേവറേറ്റ്. ജുംക്കാണ്. ഇറ്റ്സ് അഗെയിൻ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഗ്രീൻ സ്റ്റോൺ, എമറാൾഡ് ഗ്രീൻ സ്റ്റോണിലാണ്. എന്തായാലും ചോദിക്കാൻ പോകണം എന്താ അറിയോ, എന്തിനാ ഇത്രയും കമ്മല് നീക്കി? യു ആർ നോട്ട് റെഡി ഫോർ ദിസ് ഗൈസ്. ദിസ് ഇസ് സോ പ്രിറ്റി. എന്താ എനിക്ക് പ്രിറ്റി അല്ലാത്ത? എല്ലാം എനിക്ക് പ്രിറ്റിയാണ്. ലുക്ക് അറ്റ് ദാറ്റ് ഡീറ്റെയിലിംഗ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിസ് ക്യൂട്ട് ജുംക്കാസ്. ഞാൻ പിക്ചർ കണ്ടപ്പോൾ ഐ തോട്ട് ഇറ്റ് വിൽ ബി ബിഗർ, വലുതായിരിക്കും വരികയെന്ന്. ബട്ട് കറക്റ്റ് സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടമാവാൻ പോണത് ഏതൊക്കെയാ അറിയോ? ആ ഓണത്തിന് ഞാൻ സ്റ്റൈൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ഉണ്ടല്ലോ, അതായിരിക്കും ഇഷ്ടമാവാൻ പോണത്. കാരണം ഷീ ലൈക്സ് എവറിഥിങ് ഇൻ ഗോൾഡ്. ആൻഡ് അങ്ങനെ ഗോൾഡൻ ഓർണമെന്റ്സ് ഞാൻ ഇട്ട് നടക്കുന്നതും മമ്മിക്ക് ഇഷ്ടമാണ്. സോ വിച്ച് ഐ റിയലി ഡോണ്ട് ലൈക്ക്. എപ്പോഴെങ്കിലൊക്കെ ഒക്കേഷണലി എനിക്ക് ഇത് ഇഷ്ടമാണ്, അതും ഡ്രസ്സിന് മാച്ച് ആവുന്നത്, അല്ലാണ്ട് ഗോൾഡ് ഇഷ്ടമല്ല. So this is the kamal which will go superb for chicken curry, kurtas and അത്രയും സിമ്പിൾ ആയിട്ടുള്ള കുർത്തികളുടെ ഒക്കെ കൂടെ നിങ്ങൾക്ക് കോളേജ് ഫിറ്റ്സിലേക്കൊക്കെ എന്തായാലും ട്യൂണിക് ടോപ്സിൻ്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ജുംക്കാണ് കേട്ടോ. So this is your sign to go Meesho and purchase everything you like. ഇനി അടുത്ത ബോക്സിൽ എന്താ നോക്കാം. ഇനിയുള്ളതൊക്കെ കുട്ടി ബോക്സ് ആണ്. എന്തായാലും ഇതുവരെ വാങ്ങിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നതിലൊന്നും എനിക്ക് റിട്ടേൺ അടിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഐറ്റംസും ഇല്ല കേട്ടോ. എല്ലാം പെർഫെക്റ്റ്ലി അടിപൊളിയാണ്. ഇനി അടുത്തത് ഇറ്റ്സ് എ റോമൻ സ്റ്റോൺ ഒക്കെ വരുന്നൊരു നെക്ക് പീസ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് സൂപ്പർ നൈസ്. ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ചെയിനിൽ വരുന്നുണ്ട്. നൈസ്, ടു ഗുഡ്. അടുത്ത ബോക്സ് ഇതാണ്. കഴിഞ്ഞു, ബോക്സ് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ബോക്സ് ആണ്. പിന്നെ ഇത് വേറൊരു സാധനമാണ്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിലെന്താ, അയ്യോ, ദിസ് ഈസ് സംതിങ് ഐ വാണ്ടഡ് ഫോർ എ വെരി ലോങ് ടൈം. ഒരുവിധം എല്ലാവരുടെ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. കുറച്ചൊരു ട്രെൻഡ് പോയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, എന്നാലും എൻ്റെ അടുത്തില്ല. സോ ഞാൻ വാങ്ങിച്ചു. സോ ദിസ് ഇറ്റ്. കാണിച്ചു തരാം കേട്ടോ. ഇതും ഗൈസ് സൂപ്പർ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു മീഷോ പറ്റിക്കും, അറ്റ്ലീസ്റ്റ് ഒരു സാധനമെങ്കിലും. കാരണം ഒരു 12 സാധനമെങ്കിലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിലൊരു സാധനമെങ്കിലും പറ്റിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് എല്ലാം അമേസിങ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ സ്നേക്ക് ചെയിൻ ഗൈസ്, ദ വൈറൽ സ്നേക്ക് ചെയിൻ. ലുക്ക് അറ്റ് ദാറ്റ് ഫിനിഷിങ്. ഓ മൈ ഗോഡ്. ഐ മീൻ വെസ്റ്റേൺ വെയർസിൻ്റെ ഒക്കെ കൂടെ ഇഫ് യു ആർ ഇൻ ഡൗട്ട് ലൈക്ക് എന്തിടണം, എന്ത് മാല ഇടണം, എന്ത് കമ്മലിടണം, വിത്തൗട്ട് എനി ഡൗട്ട് യു ക്യാൻ ഗോ ഫോർ ദിസ്. ലൈക്ക് പെർഫെക്റ്റ് ഫോർ എവറി വെസ്റ്റേൺ വെയർസ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ജ്വല്ലറിയിൽ കാണിച്ചു തരാനുള്ളത്. ഇനി വൺ മോർ തിങ് ഈസ് വിച്ച് ഇസ് ഓൾ ഓവർ ദ ഇന്റർനെറ്റ്. ലൈക്ക് ഞാൻ എവിടെ നോക്കിക്കഴിഞ്ഞാലും കുറേ നോർത്ത് ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ കയ്യിലും മുടിയിലും ഒക്കെ ഉള്ളൊരു സാധനമാണ് ഈ ഒരു ബോക്സിലുള്ളത്. എനി ഗെസ്സസ്? യെസ്, ദ വൈറൽ ഫ്ലോറൽ ക്ലിപ്സ്. 4 ക്ലിപ്സ്. ലൈക്ക് സൂപ്പർ പിൻട്രസ്റ്റി ബീച്ച് കളേഴ്സിലാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇറ്റ്സ് എ പീച്ച് കളർ ആൻഡ് ദെൻ ഒരു പിങ്ക് കളർ, ബ്ലൂ ആൻഡ് യെല്ലോ. പെർഫെക്റ്റ് ഫോർ എ വെക്കേഷൻ ഡ്രസ്സസിനൊക്കെ അടിപൊളിയാണ്. സോ ദിസ് ഇസ് മൈ ലാസ്റ്റ് പർച്ചേസ്. സോ ഗൈസ്, മൈ റൂം ഇസ് എ മെസ്. ഇപ്പോൾ ഐ ഹാവ് ടു ക്ലീൻ ഇറ്റ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മീഷോ അഫോർഡബിൾ ജ്വല്ലറി ഹാളിൽ ഉള്ളത്. ഐ തിങ്ക് അഫോർഡബിൾ എന്ന് പറയുന്നേക്കാളും നല്ലത് മീഷോ ട്രെൻഡിങ് ജ്വല്ലറി ഹാൾ. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ ജ്വല്ലറി ഡെഫിനറ്റ്ലി ഡു കോമെന്റ്. പിന്നെ എനിക്ക് ഏറ്റവും ചേരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പീസും നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. സോ ആരും വിഷമിക്കേണ്ട, യു ക്യാൻ ഗോ പർച്ചേസ് ഡയറക്ട്ലി ഫ്രം ദ ലിങ്ക്സ്. പിന്നെന്താ പറയാനുള്ളത്? സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആൻഡ് ഇതുപോലത്തെ കണ്ടന്റ് സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ലെറ്റ് മീ നോ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. പിന്നെ ഒന്നും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഗിവ് എ തംസ് അപ്പ്, ലൈക്ക്, ഷെയർ, കോമെന്റ്, സബ്സ്ക്രൈബ്, പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഐ സീ യു ഓൾസോ വിത്ത് അതർ വീഡിയോ. Until then, stay tuned. I love you all. Thank you for watching.